ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 30 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ നോക്കിയത്. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, ചപലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയെല്ലാമാണോ അലഞ്ഞ് നടക്കുന്നത് അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിന് അധീനമാക്കിക്കൊള്ളണം. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയ ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്തുകയാണ്. അയാൾ രജോ ഗുണത്തിന് അതീതനാണ്. താൻ പരമപുരുഷനുമായി ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ പൂർവ കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അയാൾ മുക്തനാകുന്നു. അപ്രകാരം നിയന്ത്രിത ആത്മാവായ യോഗി സദാ യോഗനിഷ്ഠനായി ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് എല്ലാം മുക്തി നേടി ഭഗവാന്റെ അതീന്ദ്രിയ സേവനമാകുന്ന പരമാനന്ദത്തിൻ്റെ അത്യുന്നത സ്ഥാനത്ത് അല്ലെങ്കിൽ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഒരു യഥാർത്ഥ യോഗി എല്ലാ ജീവജാലങ്ങളിലും എന്നെ കാണുന്നു. അയാൾ സർവ ജീവികളെയും എന്നിലും കാണുകയാണ്. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായിട്ടുള്ള എന്നെ എവിടെയും കണ്ടെത്തും. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇതെല്ലാമാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഈശ്വരൻ സർവവ്യാപിയാണ് എന്നും എല്ലാ ജീവികളിലും താൻ തന്നെയാണ് ഇരിക്കുന്നത് എന്നും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും എന്നിലുണ്ട് എന്നും മനസ്സിലാക്കണമെന്ന് അർജുനനോട് പറയുന്നു. അങ്ങനെയുള്ള ഒരാൾ പരമകാഷ്ഠയിൽ, ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്തിച്ചേരുമെന്നും അറിയിക്കുകയാണ് ഭഗവാൻ. ഗുരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 21 ശ്ലോകത്തിലും ഭഗവാൻ അർജുനനോട് പറയുന്നു, സർവഭൂതസ്ഥിതം യോ മാം ഭജതി ഏകത്വമസ്ഥിതഃ സർവഥാ വർത്തമാനാപി സയോഗീ മയി വർത്തതേ. സർവഭൂതസ്ഥിതം യോ മാം, സർവ പ്രാണിയിലും, ഭൂതം പ്രാണികൾ, ജീവികൾ, സർവ പ്രാണിയിലും ഇരിക്കുന്ന എന്നെ ആരാണോ ഭജതി ഏകത്വമസ്ഥിതഃ, ഭജിക്കുന്നുവോ, അഭേദത്തെ ആശ്രയിച്ച് എന്നെ മാത്രം ഓർത്തുകൊണ്ട് ഭജിക്കുന്നത് ആരാണോ, സർവഥാ വർത്തമാനാപി, ഏതു മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനായാലും അവൻ്റെ പ്രവൃത്തി എന്താണെന്നുള്ളതല്ല, ഏത് മാർഗമാണ് എന്നുള്ളതല്ല, എന്നെ സർവപ്രാണിയിലും ഇരിക്കുന്നവനായി ആരാണോ കണക്കാക്കുന്നത്, സ യോഗീ മയി വർത്തതേ, അങ്ങനെയുള്ള യോഗി എന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആരാണോ അഭേദത്തെ ആശ്രയിച്ചവനായിട്ട് സകല പ്രാണികളിലും ഇരിക്കുന്ന എന്നെ ഭജിക്കുന്നുവോ ആ യോഗി ഏത് മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനായാലും എന്നിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ മുക്തനായി ഭവിക്കുമെന്ന് ഭഗവാൻ പറയുകയാണ്. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ ദർശിക്കാനാണ് പറയുന്നത് അല്ലേ. ചതുർഭുജധാരിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, ഓരോ ജീവജാലങ്ങളെയും കാണുമ്പോൾ നമ്മൾ ഓർക്കണം, അവരുടെ ഉള്ളിൽ എല്ലാം തന്നെ ചതുർഭുജധാരിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ഇരിക്കുന്നുണ്ട്, എല്ലാവരുടെയും ഉള്ളിൽ. അങ്ങനെ ഒരു ചിന്ത വേണം. അങ്ങനെ ചിന്ത ഉള്ളവൻ എന്നിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത്. ദിക്കാലാദ്യനവച്ഛിന്നെ കൃഷ്ണചേതോ വിധായ ച തന്മയോ ഭവതി ക്ഷിപ്രം ജീവോ ബ്രഹ്മണി യോജയേത്. സർവവ്യാപിയും ദേശകാല അതീതനുമായ കൃഷ്ണന്റെ അതീന്ദ്രിയമായ രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അയാൾക്ക് കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി ദിവ്യമായ ഭഗവത് സാന്നിധ്യ നിർവൃതി അനുഭവിക്കാം എന്നാണ് പറയുന്നത്. യോഗചര്യയിലെ സമാധിയുടെ പരമകാഷ്ഠയാണ് ഭഗവാനുമായുള്ള സംയോജിക്കൽ, അല്ലെങ്കിൽ മുക്തി, അല്ലെങ്കിൽ മോക്ഷം എന്നെല്ലാം പറയുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മരൂപത്തിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ഏത് ജീവിയെ കാണുമ്പോഴായാലും നമ്മൾ മനസ്സിലാക്കണം അതും ഭഗവാന്റെ സന്തതി തന്നെയാണ്. ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഏകയേവ പരോ വിഷ്ണു സർവവ്യാപീന സംശയഃ ഐശ്വര്യാരൂപമേകം ച സൂര്യവത് ബൗധേയതേ.
ഭഗവാൻ ഒന്നേയുള്ളൂ, എങ്കിലും അവിടുന്ന് നിശ്ചയമായും സർവവ്യാപിയാണ്. ഭഗവാൻ ഏകരൂപിയാണ് എങ്കിലും തൻ്റെ അചിന്ത്യമായിട്ടുള്ള ശക്തി കൊണ്ട് എല്ലായിടത്തും ഒരുപോലെ ഇരിക്കുകയാണ്. ഒരേ സമയത്ത് നാനാപ്രദേശങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്ന സൂര്യനെ പോലെ. ഒരിക്കൽ നാരദ മഹർഷി ഭഗവാൻ 16,008 ഭാര്യമാരെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞ് ഇവരെ എങ്ങനെയാണ് ഭഗവാൻ പരിപാലിക്കുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ഒരു ദിവസം ദ്വാരകയിൽ വന്നു ചേരും. ഒരാൾക്ക് തന്നെ ഒരു ഭാര്യയെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടേറിയ സമയമാകുമ്പോൾ 16,008 പേരെ ഭഗവാൻ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടിയാണ് നാരദ മഹർഷി വരുന്നത്. ആദ്യം രുക്മിണീ ദേവിയുടെ കൊട്ടാരത്തിലേക്കാണ് ചെല്ലുന്നത്. ആ സമയത്ത് ഭഗവാൻ അവിടെ രുക്മിണീ ദേവിയുമായി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ ഇരുന്ന് കുശല പ്രശ്നങ്ങളെല്ലാം നടത്തിയതിന് ശേഷം പിന്നീട് സത്യഭാമാദേവിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ സത്യഭാമാദേവിയുമായി സംസാരിച്ച് കളിചിരിയിലിരിക്കുകയാണ് ഭഗവാൻ. അങ്ങനെ ഓരോരുത്തരുടെ കുറച്ചു കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ സാമ്പനെ പുറത്തു കയറ്റി ആന കളിക്കുകയാണ് ഭഗവാൻ. അങ്ങനെ ഓരോ കൊട്ടാരങ്ങളിലും ഭഗവാൻ ഓരോ രൂപത്തിൽ ഓരോ ഭാര്യമാരുമായി അവിടെ കളിച്ച് ചിരിച്ച് രസിച്ച് നടക്കുന്നതാണ് നാരദ മഹർഷി കാണുന്നത്. ഭഗവാൻ ഒന്നാണ് എന്നെങ്കിലും നാനാപ്രദേശങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്ന സൂര്യനെ പോലെയാണ് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഭഗവാൻ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് എങ്ങനെയാണ് ഇത്ര അധികം ജീവികളുടെ ഉള്ളിലിരിക്കുന്നത് എന്ന ചിന്തയേ വേണ്ട. ആ ചിന്ത മനസ്സിൽ നിന്നും ഒഴിവാക്കി എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ എന്ന രീതിയിൽ ഇരിപ്പുണ്ട് എന്നുള്ള സമഭാവനയോടെ വേണം ഓരോ ജീവിയെയും കാണാൻ. അങ്ങനെ കാണുന്നവൻ്റെ ഉള്ളിൽ ഞാനുമുണ്ട്, എന്നെ അവന് നഷ്ടപ്പെടുന്നില്ല, അവൻ എനിക്കും നഷ്ടപ്പെടുന്നില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. 32ാമത്തെ ശ്ലോകം. ആത്മൗ ഉപമ്യേന സർവത്ര സമം പശ്യതി യോ അർജുന സുഖം വാ യതി വാ ദുഃഖം സയോഗീ പരമോ മദ. ഉപമ്യേന സർവത്ര, ആത്മൗ ഉപമ്യേന തനിക്കുള്ളതുപോലെ, സർവത്ര സകല ജീവികളിലും, സമം പശ്യതിയോ അർജുന സമമായി കാണുന്നുവോ, എല്ലാ ജീവജാലങ്ങളിലും തന്നെ പോലെ തന്നെയാണ് തൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളുമെല്ലാം. സുഖം വാ യതി വാ ദുഃഖം, സുഖമായാലും ദുഃഖമായാലും അവയ്ക്കുമുണ്ട്. സ യോഗി പരമോ മദഃ, അങ്ങനെയുള്ളൊരു യോഗി ശ്രേഷ്ഠനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഭഗവാൻ പറയുക. എല്ലാ ആളുകളിലും നമ്മൾ പലരിലും പല രീതിയിലാണ് കാണുന്നത് അല്ലേ. അവനെന്തൊരു സുഖമാണ്, അവനെന്തൊരു ദുഃഖമാണ്, ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ ദുഃഖം എല്ലാ ജീവികളിലും ഒരുപോലെയാണ്. മൃഗമായാലും പക്ഷിയായാലും ഉരകമായാലും എല്ലാത്തിലും ഒരുപോലെ തന്നെ ഈ സുഖവും ദുഃഖവും എല്ലാം ഉണ്ട്. ആരെയും കൊന്നു തിന്നരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന ഭഗവാൻ. ഈ വിഷമം എല്ലാവർക്കുമുണ്ട്. ഓരോന്നിനെയും വധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊല്ലുന്ന സമയത്ത് അതിനുമുണ്ട് ബന്ധുക്കളുമെല്ലാം, അതിനും വിഷമം ഉണ്ടാകും. ആ ചിന്ത നമ്മുടെ മനസ്സിലും ഉണ്ടാകണം. എല്ലാവർക്കും സുഖവും ദുഃഖവും ഉണ്ട്, ഒരാൾക്കും താൻ അറിഞ്ഞുകൊണ്ടൊരു ദുഃഖം വരുത്തരുത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഒരു പരമയോഗിയാണ്, ശ്രേഷ്ഠനാണ് എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് ഭഗവാൻ പറയുന്നു. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി. അതായത് ഒരു ഉത്തമ യോഗി അഹിംസകനും സാമ്യദർശ നിഷ്ഠനും ആയിരിക്കണമെന്നാണ് പറയുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കണം. നമ്മൾ ഏറ്റവും ഉയർന്നതാണ് എന്നുള്ള ചിന്തയല്ല വേണ്ടത്. നമ്മൾ വളരെ താഴ്ന്ന നിലയിലുള്ളവനാണ്, തന്നെ സംരക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഉത്തരാദേവി അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം തന്നെ ലക്ഷ്യമാക്കി വരുന്നു എന്നുള്ള ചൂടറിയുന്ന സമയത്ത് എല്ലാവരും ഉണ്ട് അവിടെ. നകുലനുണ്ട്, സഹദേവനുണ്ട്, ഭീമസേനനുണ്ട്, അർജുനനുണ്ട്, യുധിഷ്ഠിര മഹാരാജാവുണ്ട്. എല്ലാവരും നിൽക്കുമ്പോഴും എല്ലാവരും ശ്രേഷ്ഠരായ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികൾ തന്നെയാണ്, വില്ലാളി വീരന്മാരാണ്. പക്ഷേ ഉത്തരാദേവി ഓടി വരുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. പാഹി പാഹി മഹായോഗിൻ, മഹായോഗിയായിട്ടുള്ള കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരാദേവി വരുന്നത്. കാരണം ഭഗവാന് മാത്രമേ തന്നെ സംരക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണത്. ആ സംരക്ഷണം നൽകുമെന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം ഏവർക്കും. ഉത്തരയ്ക്ക് ഉണ്ടായിരുന്നത് പോലെ പൂർണ്ണമായ വിശ്വാസം ഉണ്ട് എങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളെ
കൈപിടിച്ച് നടത്താൻ വരികയുള്ളൂ. തൻ്റെ രക്ഷകർത്താവായി അംഗീകരിക്കണം ഭഗവാനെ. വേറൊരാളില്ല, തന്നെ രക്ഷിക്കുന്നതിന് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന പൂർണ്ണമായ ബോധം വേണം. തൻ്റെ ജീവിതത്തിൽ വേറെ ആരും രക്ഷിക്കാനുണ്ടാവില്ല. ഏത് വലിയ ഡോക്ടർ എത്ര വലിയ ശസ്ത്രക്രിയ ചെയ്ത് തരാം, അസുഖം ഭേദമാക്കാം എന്ന് പറഞ്ഞു പോയാൽ പോലും ഒരുപക്ഷെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മൂലമോ വേറെ ഏതെങ്കിലുമോ അസുഖം മൂലമോ മരിച്ചു പോകാനുള്ള സാധ്യത പോലുമുണ്ട്. അതുകൊണ്ട് ആർക്കും ഭഗവാനല്ലാതെ നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ള ഉത്തമമായ പൂർണ്ണമായ ബോധത്തോടു കൂടി തൻ്റെ രക്ഷകർത്താവായി ഭഗവാനെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. തൻ്റെ ആഗ്രഹങ്ങളൊന്നും സ്വതന്ത്രമല്ല. കാരണം നമ്മൾ എന്ത് വിചാരിച്ചാലും അത് നടത്തിത്തരണമെങ്കിൽ ഭഗവാൻ വേണം. നമുക്ക് പലതും ചിന്തിക്കാം, പ്രവർത്തിക്കാം. കഠിനമായ അധ്വാനത്തിൻ്റെ ഒടുവിൽ ഭഗവാന്റെ കൈസ്പർശം നമ്മളിൽ ഏൽക്കുമ്പോഴാണ് നമുക്ക് സുന്ദരമായി അത് അനുഭവിച്ച് തീർക്കാൻ സാധിക്കുന്നത്. തൻ്റെ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുക്കാൻ പാകത്തിന് അധസ്ഥിതനാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തികളും. എല്ലാവരെയും സമന്മാരായി കാണണം. എല്ലാ ജീവികളിലും ഭഗവാൻ തന്നെയാണ് ഉള്ളത് എന്നുള്ള ബോധത്തോടു കൂടിയുള്ളതായിരിക്കണം പ്രവൃത്തി. ഒരിക്കൽ ഭഗവാൻ ദ്വാരകയിൽ ഊണ് കഴിക്കാൻ താഴെ ഇരിക്കുകയാണ്. രുക്മിണി ദേവി എല്ലാ വിഭവങ്ങളും എടുത്തുകൊണ്ടെന്ന് വച്ചു. ഓരോന്ന് വിളമ്പുന്നതിനായി എടുക്കുന്ന സമയത്ത് ഭഗവാൻ ചാടി എഴുന്നേറ്റു. രുക്മിണി ദേവിക്ക് അതിശയമായി, എന്താണ് ഇപ്രകാരം ചെയ്യുന്നത്? കുറച്ചു കഴിഞ്ഞ് ഭഗവാൻ അതേപോലെ തന്നെ ഇരിക്കുകയും ചെയ്തു. ദേവി ചോദിച്ചു, എന്താ ഭഗവാനെ അങ്ങ് ഇപ്രകാരം ഒരു പ്രവൃത്തി കാണിച്ചത്? ഭഗവാൻ പറഞ്ഞു, അല്ലയോ രുക്മിണി, എൻ്റെ ഒരു ഭക്തൻ ഒരു നായയെ കണ്ട് പേടിച്ചോടുകയാണ്. ഇയാൾ ഓടുന്നത് കണ്ട് നായയും പുറകെ ഓടുന്നു. അതുകൊണ്ട് എന്നെ വിളിച്ച് ഉറക്കെ പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കണേ എന്നുള്ള ഒരു വാക്കു കേട്ടാണ് ഞാൻ ഇവിടെ നിന്നും എഴുന്നേറ്റത്. എന്നാൽ അടുത്ത നിമിഷം അയാൾ ഒരു കല്ലെടുത്ത് ഈ നായി എറിയാൻ പോകുന്നതാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇനി അയാളായിരിക്കുമല്ലോ, എൻ്റെ ആവശ്യമില്ലല്ലോ എന്നോർത്ത് ഞാൻ ഇവിടെ വന്നിരുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാന് പൂർണ്ണമായ വിശ്വാസം ഇല്ലായ്മ, അതാണ് നമ്മളിവിടെ കണ്ടത്. ഭഗവാനെ പൂർണ്ണമായും വിശ്വസിക്കുക. എന്തു വന്നാലും ഭഗവാൻ രക്ഷിക്കുമെന്നുള്ള ഉറപ്പ് വേണം മനസ്സിൽ. തനിക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം വേണം. അടുത്ത ശ്ലോകത്തിൽ ഈ വിശ്വാസം ഇല്ലായ്മ മൂലം അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, അർജുന ഉവാച യോ അയം യോഗത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യ അഹം ന പശ്യാമി ചഞ്ചലത്വാസ്ഥിതം സ്ഥിരാം. അർജുന ഉവാച, അർജുനൻ പറയുകയാണ് ഭഗവാനോട്, യോ അയം യോഗത്വയാ പ്രോക്ത, അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഈ യോഗത്തിൽ, സാമ്യേന മധുസൂദന, സാമ്യമായിട്ടുള്ളത് അല്ലയോ മധുസൂദന, അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള യോഗത്തിൽ, ഏതസ്യ അഹം ന പശ്യാമി ചഞ്ചലത്വാസ്ഥിതം സ്ഥിരാം. ചഞ്ചലത്വാം സ്ഥിതം സ്ഥിരാം, ചഞ്ചലമനസ്കനായി എനിക്ക് താങ്ങാവുന്നതല്ല, അപ്രായോഗികമാണ്. അല്ലയോ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികവും ചഞ്ചലമനസ്കനായി എനിക്ക് താങ്ങാവുന്നതല്ല എന്നും തോന്നുകയാണ്. ഇവിടെ അർജുനൻ ഭഗവാന്റെ അഭിപ്രായത്തെ നിരാകരിക്കുകയാണ്. തനിക്ക് ധ്യാനയോഗം അസാധ്യമാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുകയാണ് അർജുനൻ. അർജുനന്റെ ചിന്ത, ഹ്രസ്വമായൊരു ജീവിതത്തിന് വേണ്ടി കടുത്ത പോരാട്ടം ചെയ്യേണ്ടി വരുന്ന ഈ സമയത്ത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ലളിതമായ പ്രായോഗിക മാർഗങ്ങൾ പോലും സ്വീകരിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത അവസ്ഥയിൽ മനസ്സിനെ ഭൗതിക താല്പര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതായിട്ടുള്ള ദുഷ്കരമായ യോഗ പദ്ധതി അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. അർജുനന് പല വിധത്തിലുള്ള മേന്മ ഉണ്ട് എങ്കിലും ഒരു പ്രായോഗിക മനുഷ്യൻ എന്ന നിലയിൽ യോഗാനുഷ്ഠാനം സാധ്യമല്ല എന്ന് കരുതുകയാണ്. രാജവംശജാതനും സദ്ഗുണസമ്പന്നനും യുദ്ധവീരനും ആയുഷ്മാനും സർവോപരി ഭഗവാന്റെ ഉത്തമ സുഹൃത്തായിരുന്നിട്ട് കൂടി അർജുനൻ ഈ യോഗ പദ്ധതിയെ നിരാകരിക്കുകയാണ്. അർജുനൻ ഭഗവാനോട് തൻ്റെ ഉള്ളിലുള്ള കാര്യം തുറന്നു പറയുകയാണ്, എൻ്റെ മനസ്സ് ചഞ്ചലമാണ്, അതുകൊണ്ട് എനിക്കിത് താങ്ങാവുന്നതല്ല. നമ്മുടെയും സ്ഥിതി ഇത് തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അവസാനം ഒന്ന് വിശദമായി മനസ്സിലാക്കാം. ഇത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും അർജുനൻ പറയുന്നു, ചഞ്ചലം ഹി മനാ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യ അഹം നിഗ്രഹം മന്യേ വായോ ഇവ ദുഷ്കരം. ചഞ്ചലം ഹി മന കൃഷ്ണ, എൻ്റെ മനസ്സ്
നിശ്ചലം ആകാത്തത് ആണ്. എൻ്റെ മനസ്സിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതല്ല. പ്രമാധീ ബലവദൃഢം, ഇന്ദ്രിയങ്ങളെ മോഹിപ്പിക്കുന്നതും വിചാരങ്ങൾ കൊണ്ട് ജയിപ്പാൻ അസാധ്യമായതുമാണത്. അത്രയും ബലവതാണ്. തസ്യ അഹം നിഗ്രഹം മന്യേ, അതുകൊണ്ട് എനിക്കതിനെ നിരോധിക്കുവാൻ വായോ ഇവ ദുഷ്കരം, കാറ്റിനെ നിരോധിക്കുന്നത് പോലെ ദുഷ്കരമായിട്ടാണ് തോന്നുന്നത്. വളരെ സത്യമാണ് അർജുനൻ പറഞ്ഞത് അല്ലേ? മനസ്സ് സ്വഭാവേന ചലനമുള്ളതും ദേഹേന്ദ്രിയങ്ങളെ ക്ഷോഭിപ്പിക്കുന്നതും വിചാരം കൊണ്ട് തന്നെ ജയിക്കാൻ അസാധ്യമായിട്ടുള്ളതും വിഷയ വാസന അനുസംബന്ധം കൊണ്ട് ഭേദിക്കപ്പെടുവാൻ അസാധ്യമായിട്ടുള്ളതുമാണ്. അതിൻ്റെ നിരോധം കാറ്റിൻ്റെ നിഗ്രഹം എന്നതുപോലെ ഏറ്റവും അസാധ്യമാണ് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത് ഭഗവാനോട്. മനസ്സ് ബുദ്ധിക്ക് വഴങ്ങണമെന്നാണ് പ്രമാണം. എന്നാൽ ചിലപ്പോൾ ബുദ്ധിയെ മനസ്സിൻ്റെ ശക്തിയും വാശിയും കീഴടക്കി കളയും. വളരെ വാശിയുള്ളതാണ് മനസ്സ്. ബുദ്ധിയെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിച്ചൊന്നും വരില്ല. പ്രായോഗിക ജീവിതത്തിൽ അസംഖ്യം പ്രശ്നങ്ങളോട് പോരിടേണ്ടി വരുന്ന സമയത്ത് മനുഷ്യന് തീർച്ചയായും മനോനിയന്ത്രണം എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ്. ഒരു പ്രശ്നമല്ല, നിരവധി പ്രശ്നങ്ങളാണ് ഒരു ദിവസം നമുക്ക് നേരിടേണ്ടി വരുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ശത്രുമിത്രങ്ങളെ സമദൃഷ്ട്യ കാണുന്ന ഒരു മാനസികാവസ്ഥ കൃത്യമായി കഴിഞ്ഞേക്കാമെങ്കിൽ തന്നെയും വാസ്തവത്തിൽ ഒരു മനുഷ്യനും അത്ര എളുപ്പമായി സാധിക്കുന്നതല്ല. ശത്രുക്കളെ മിത്രങ്ങളെ ഒന്നും നമുക്ക് ഒരുപോലെ അത്ര എളുപ്പമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. ഒന്നോ രണ്ടോ മൂന്നോ പേരോട് കുറച്ച് ദേഷ്യഭാവം മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ ദുഷ്കരമാണ് ഇത് എന്നുള്ളത് അർജുനൻ പറയുന്നത് 100% സത്യം തന്നെയാണ് അല്ലേ? മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം എന്നാണ് എല്ലാവരും പറയുക. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തൂ സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനുഹുർവിഷയാം സ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്ത്യാഹുർമനീഷിണ. ഭൗതികദേഹമാകുന്ന രഥത്തിലെ തേരാളിയാണ് ജീവാത്മാവ്. ആത്മാനാം രഥിനം വിദ്ധി ശരീരം രഥമേവതു, ശരീരത്തിലെ തേരാളിയാണ് ജീവാത്മാവ്. എന്താണ് അതിനെ നയിക്കുന്ന സാരഥി? ബുദ്ധിം തൂ സാരഥിം വിദ്ധി, ബുദ്ധിയാണ് അതിൻ്റെ സാരഥി. ഭഗവാൻ ബുദ്ധിയാണ്. മനഃപ്രഗ്രഹമേവച, മനസ്സ് കടിഞ്ഞാണം. ഇന്ദ്രിയാണി ഹയാനുഹുർവിഷയാം, ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സമ്പർക്കത്താൽ ജീവൻ സ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സുഖദുഃഖങ്ങൾ അതിൻ്റെ അനുഭവത്തിലാണ്. ഭോക്ത്യാഹുർമനീഷിണഃ, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് എന്ന് അഭിജ്ഞരായവർ മനസ്സിലാക്കുന്നു. നല്ല മനുഷ്യൻ, നല്ല ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കുന്നു. മനസ്സിന് വഴികാട്ടേണ്ടത് ആരാണ്? ബുദ്ധി. എങ്കിലും തൻ്റെ വാശിയും ബലവും കൊണ്ട് പലപ്പോഴും അത് ബുദ്ധിയെ കീഴടക്കുകയാണ്. ചില അസുഖങ്ങൾ വന്നാൽ ഏത് തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കും ഏൽക്കില്ല അല്ലേ? അതുപോലത്തെ അസുഖം മനസ്സിനെയും ബാധിച്ചു കഴിഞ്ഞാൽ ഏത് ബുദ്ധി വന്നാൽ പോലും അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനത്തെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴിയാണ് നേരത്തെ ഭഗവാൻ പറഞ്ഞത് യോഗചര്യ, അത് ചെയ്യാൻ. പക്ഷെ അർജുനൻ പറയുന്നു, ഇതെന്നും എന്നെക്കൊണ്ട് സാധ്യമല്ല. അങ്ങനെ മനസ്സിനെ പിടിച്ചു നിർത്താൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സിനെ പിടിച്ചു നിർത്താൻ അത്യധികം പ്രയാസമാണ് എന്ന് പറയുകയാണ് അർജുനൻ. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അർജുനൻ്റെ ഈ സംഭാഷണമെല്ലാം. അർജുനന് ഇതെല്ലാം സാധിക്കുമായിരുന്നു. പക്ഷേ നമ്മളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നിൽ കൂടി ആരൊക്കെയാണോ ഇതെല്ലാം കേൾക്കുന്നത് എന്നുള്ള പ്രതിനിധീകരണത്തോട് ബുദ്ധിയോട് കൂടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് ഇതെല്ലാം പറഞ്ഞത്. നമുക്ക് വേണ്ടിയാണ്. ആ നമുക്ക് വേണ്ടി ഭഗവാൻ വളരെ വ്യക്തമായ രീതിയിൽ ഉപദേശിക്കുകയാണ്. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ
മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അല്ലയോ അർജുന, അസംശയം മഹാബാഹോ, ഭഗവാൻ പറയാണ്, മഹാബാഹുവായിട്ടുള്ള അർജുന, അതിന് ഒരു സംശയവുമില്ല. ഭഗവാൻ നേരെ അർജുനനോട് ഇത് സാധിക്കും എന്നല്ല പറയണല്ലേ, സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അർജുനനോട്. അർജുന, നീ പറഞ്ഞത് ശരിയാണ്, ഒരു സംശയവുമില്ല അതിന്. മനോദുർനിഗ്രഹം ജലം, മനസ്സിനെ നിഗ്രഹിക്കുവാൻ പ്രയാസമേറിയതും അത് വളരെയധികം ചലിക്കുന്നതുമാണ്, അതിനൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ അഭ്യാസേന തു കൗന്ദേയ, കൗന്ദേയ, ഹേ കുന്തിപുത്ര, അഭ്യാസം കൊണ്ട്, നിരന്തരമായ പരിശ്രമം കൊണ്ട്, വൈരാഗ്യേണ ച ഗൃഹ്യതേ, വൈരാഗ്യം കൊണ്ടും ഇത് സാധിക്കാവുന്നതാണ്. നീ പറയുന്നത് പോലെ അല്ല. ശരിയാണ്, വിഷമമുണ്ട്, പക്ഷേ നിരന്തരമായ അഭ്യാസം കൊണ്ടും ഓരോ വിഷയങ്ങളിലും അതിനോടുള്ള താല്പര്യക്കുറവ് കൊണ്ടും ഇത് സാധിക്കാവുന്നതാണ്. മനസ്സിന് നിരോധിക്കപ്പെടുവാൻ വളരെ പ്രയാസമായിട്ടുള്ളതും ചഞ്ചലമായിട്ടുള്ളതുമാണെന്നതിന് ഒരു സംശയവുമില്ല. എങ്കിലും അധ്വാനം കൊണ്ടും വിഷയവൈരാഗ്യം കൊണ്ടും ഇത് സാധിക്കുന്നതാണ്. ഒരേ വിഷയത്തിൽ തന്നെ വീണ്ടും വീണ്ടും വിചാരിക്കുക എന്നുള്ളതാണ് അഭ്യാസം. എത്രയോ ആളുകൾ എന്തെല്ലാം പ്രവർത്തികളാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പലവിധത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും വളരെ ചെറിയ കുട്ടികൾ മുതൽ, ജിംനാസ്റ്റിക് കാണിക്കുന്ന കുട്ടികൾ മുതൽ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. എങ്ങനെയാണ് ഇവർ സാധിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അത് എല്ലാം സാധിക്കുന്നത് അഭ്യാസം കൊണ്ടാണ്, നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ്, വൈരാഗ്യം കൊണ്ടാണ്. മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാമുള്ള വൈരാഗ്യം. തനിക്ക് ആഗ്രഹങ്ങൾ നിരവധിയില്ല, ഒരേ ഒരു ആഗ്രഹം. നീന്തുകയാണെങ്കിൽ ആ നീന്തലിനോടുള്ള മൈക്കിൾ ഫെൽപ്സ് എത്രയോ 10 മണിക്കൂർ 11 മണിക്കൂറായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കഴിഞ്ഞിരുന്നത്. ഒരേ ഒരു ആഗ്രഹം മാത്രം, ഏറ്റവും വേഗത്തിൽ നീന്താൻ സാധിക്കണം. ഇവിടെയും ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്. മറ്റുള്ള വൈരാഗ്യങ്ങൾ, മറ്റുള്ള ആഗ്രഹങ്ങളെല്ലാം ഒഴിവാക്കി വൈരാഗ്യത്തിലേക്ക് വരൂ. എന്നിട്ട് എന്നെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് വച്ചു കഴിഞ്ഞാൽ ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയത് സാധിക്കുന്നത്? യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യാസി കൗന്ദേയ തത്കുരുഷം അതർപ്പണം. അല്ലേ കുന്തിപുത്ര, എന്ത് ചെയ്താലും, എന്ത് ഭുജിച്ചാലും, എന്ത് ദാനം ചെയ്താലും, എന്ത് ഹോമിച്ചാലും, എന്ത് തപസ് ചെയ്താലും എനിക്ക് വേണ്ടിയായി ചെയ്യുക. ആ ഒരു ചിന്ത മനസ്സിൽ വരണം. അനന്യാ ചിന്തയോത്മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യ ചിന്തയന്തോ മാം, മറ്റു യാതൊരു ചിന്തകളും കൂടാതെ ആരൊക്കെയാണോ എന്നെ ചിന്തിച്ചുകൊണ്ട് നിരന്തരം സേവിക്കുന്നത്, കർമ്മം ചെയ്യുന്നതിന് നിത്യുക്തമായി അവർക്ക് ഞാൻ യോഗക്ഷേമം പ്രദാനം ചെയ്യും. ഈശ്വരൻ സർവജ്ഞനാണല്ലേ, സർവവ്യാപിയാണ്. ഇതെല്ലാമാണ് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കിയത്. ഈശ്വരനോട് എനിക്ക് ഇന്നത് വേണമെന്നോ ഇത് ഒഴിവാക്കി തരണമെന്നോ എന്നോ ഒക്കെ പറയണത് ഈശ്വരൻ നിന്നയാണ്. കാരണം ഭഗവാന് എല്ലാം അറിയാം. അപ്പോൾ മനസ്സ് ചഞ്ചലമാകാതിരിക്കണമെങ്കിൽ സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢാവൃത, ഈശ്വരനെ നിരന്തരം ഭജിക്കണം. കുറച്ച് സമയം ഹരേ കൃഷ്ണ പറഞ്ഞു, പിന്നീട് അതിനെക്കുറിച്ച് മറന്നുപോയി വേറെ പല പ്രവർത്തികളും ചെയ്തു. വീണ്ടും കുറച്ച് സമയം ഓർത്തു കഴിഞ്ഞപ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നിരന്തരമായ ഈശ്വര സ്മരണ ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. സതതം കീർത്തയന്തോ മാം, നിരന്തരമായ കീർത്തനങ്ങൾ വേണം. നമ്മളൊരു വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ്, കുറച്ച് ഒരു സെക്കൻഡ് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തു, പതുക്കെ ഒന്ന് ചൂടായി, വീണ്ടും ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഓൺ ചെയ്തു, 2 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തു, വീണ്ടും ഒന്നും കൂടി ചെയ്തു. അങ്ങനെയാകുമ്പോൾ വെള്ളം തിളക്കില്ല അല്ലേ. അതുകൊണ്ട് നിരന്തരമായ ചിന്ത, എപ്പോഴും എന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഇത് ഭഗവാന് വേണ്ടിയാണ് എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമാകാതിരിക്കും. അവിടെ ഇവിടെ ഒന്നും അലഞ്ഞു തിരിയില്ല. അർജുനൻ പറഞ്ഞതുപോലെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താണ്? അഭ്യാസം ചെയ്യുവാനാണ് ഭഗവാൻ പറയുന്നത്. നിരന്തരമായ ശ്രവണം കൊണ്ടും കീർത്തനം കൊണ്ടും എന്നെ സ്തുതിക്കൂ. മനസ്സിലെപ്പോഴും കീർത്തനങ്ങൾ ഉയരട്ടെ. ഭഗവാന്റെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ശ്രവണ ഇഷ്ടമുണ്ടാകട്ടെ. അങ്ങനെ വരുമ്പോഴാണ് ഈശ്വര ചിന്തയിൽ നിന്നും മാറ്റമില്ലാതെ മനസ്സ് നിൽക്കുന്നത്. ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്നുള്ള ബോധം വേണം.
അല്ലാതെ ഭഗവാൻ എവിടെയെങ്കിലും ഇരിക്കുകയാണ്, തൻ്റെ ഉള്ളിലില്ല, ആ വ്യക്തിയുടെ ഉള്ളിലില്ല, ആ ചിന്തയല്ല വരേണ്ടത്. ദ്രൗപദി ദേവി തൻ്റെ വസ്ത്രങ്ങൾ വലിച്ചിഴയ്ക്കുന്ന സമയത്ത് ഭഗവാൻ ആദ്യം വിളിക്കുന്നത് ഗോവിന്ദ ദ്വാരകാവാസിൻ കൃഷ്ണ ഗോപീജനപ്രിയ കൗരവേ പരിഭൂതാമാം കിംന ജാനാസി കേശവ. ഗോവിന്ദ ദ്വാരകാവാസിൻ, ദ്വാരകയിലിരിക്കുന്ന ഗോവിന്ദ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. ഭഗവാൻ വന്നോ? ഇല്ല അല്ലേ? കുറേ സമയം കരഞ്ഞിട്ടും ഭഗവാൻ വന്നില്ല. എന്താ കാരണം? ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാതെ ദ്രൗപദി ദേവി പിന്നീട് തൻ്റെ 2 കൈകളും ഉയർത്തി ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൂർണ്ണമായ അർപ്പണത്തോടു കൂടി കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്താം പാഹി ഗോവിന്ദ കുരുമധ്യേ വസീതതീം എന്ന് പറയാണ്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ, മഹായോഗിയായിട്ടുള്ള കൃഷ്ണ, വിശ്വാത്മൻ വിശ്വഭാവന, ലോകത്തെല്ലായിടത്തുമുള്ള, പ്രപഞ്ചത്തിൽ എല്ലായിടത്തുമുള്ള ഭഗവാനെ പ്രപന്താം പാഹി ഗോവിന്ദ കുരുമധ്യേ വസീതതീം. കൗരവ സഭയിൽ സങ്കടം അനുഭവിക്കുന്ന എന്നെ രക്ഷിക്കൂ എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ എത്രമാത്രം വസ്ത്രമാണോ ആവശ്യമുള്ളത് അത് മുഴുവനും കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഭഗവാൻ എവിടെയുണ്ടും എല്ലായിടത്തുമുണ്ട് എന്നുള്ള ചിന്ത വേണം. വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. വിശ്വാസം എപ്പോഴാണ് വരുന്നത്? വിശ്വാസം ഉണ്ടോ ഇല്ലയോ, വിശ്വാസം അതാണ് എല്ലാം എന്നുള്ളൊരു പരസ്യം കേട്ടിട്ടില്ലേ? കാരണം അവിടെ അത് ശുദ്ധി ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. പൂർണ്ണമായും അവിടെ ശുദ്ധിയാണ് ഉള്ളത് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അവിടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഭഗവാന്റെ കാര്യത്തിൽ നമുക്ക് വിശ്വാസമല്ല വേണ്ടത്, വിശ്വാസത്തിനെയൊക്കെ മാറ്റിക്കളയൂ. അവിടെ ഭക്തിയാണ് വേണ്ടത്. പൂർണ്ണമായ അർപ്പണത്തോടെയുള്ള, സംശയമില്ലാത്ത, അജ്ഞത ഇല്ലാത്ത, ഭയം ഇല്ലാത്ത, സത്യത്തിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഭക്തിയാണ് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ടത്. വിശ്വാസമല്ല ഞാൻ കൃഷ്ണനെ വിശ്വസിക്കുന്നുണ്ട്, ഭഗവാനെ വിശ്വസിക്കുന്നുണ്ട്, ആ പറഞ്ഞത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നു, ഈ വിശ്വാസം ഒന്നുമല്ല. അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവസ്ഥയിലാണ് വിശ്വാസം വരുന്നത്. വിശ്വാസം അതാണ് എല്ലാം എന്ന് പറഞ്ഞാൽ അവിടെ ആ സ്വർണത്തിന് ശുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഭഗവാനിൽ യാതൊരു സംശയത്തിൻ്റെയും കാര്യമില്ല. അവിടെ വേണ്ടത് നമുക്ക് ഭക്തിയാണ്. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു, എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് ഇരിക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഓരോരുത്തരും, അർജുനൻ പറയുന്നു കാറ്റിനെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെയാണ് കൃഷ്ണ മനസ്സുമെന്ന്. ഭഗവാൻ പറഞ്ഞു ഒരു സംശയമില്ല അർജുന, പക്ഷേ ഇത് സാധിക്കാവുന്നതാണ്. എങ്ങനെയാണ് സാധിക്കുന്നത്? അഭ്യാസം കൊണ്ട്, നിരന്തരമായ അഭ്യാസം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും നാമജപം ഉണ്ടാകണം. കുഞ്ഞു എങ്കിലും പലരും പറയുന്നതാണ് ഞാൻ പ്രായമായി കഴിയുമ്പോൾ മഹാഭാരതം വായിക്കാം, ശ്രീമദ് ഭഗവത്ഗീത വായിക്കും, ശ്രീമദ് ഭാഗവതം വായിക്കും, നാരായണീയം പഠിക്കും, ഇതെല്ലാം ഞാൻ പ്രായമായി കഴിയുമ്പോഴാണ് ചെയ്യുന്നത്, ഇപ്പം ഒന്നുമില്ല, ഇപ്പം എനിക്ക് സുഖിക്കാനുള്ള സമയമാണെന്നാണ് പറയുക. അങ്ങനെയല്ല, നിരന്തരമായ അഭ്യാസം കൊണ്ട്, അതും ചെറുപ്പത്തിലേ മുതൽ പഠിച്ചാലാണ്. ഒരു സൈക്കിൾ ചവിട്ടാനായിട്ട് 50 വയസ്സിലോ 60 വയസ്സിലോ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. പക്ഷേ 8, 9, 10 വയസ്സിൽ അതിന് പ്രാരംഭത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഭഗവാനെ നിരന്തരമായി ശ്രവിക്കുക. ആദ്യം ശ്രവണമാണ് വേണ്ടത്. ശ്രവണത്തിലൂടെ നമുക്കതിനുള്ള താല്പര്യം കൂടും, അതിൻ്റെ രുചി കൂടും. പിന്നീട് കീർത്തനങ്ങൾ, പിന്നീടാണ് നമ്മൾ പതുക്കെ ഭഗവാന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാനായി ശ്രമിക്കേണ്ടത്. എത്ര അടുക്കാൻ പറ്റാത്ത, എത്രമാത്രം ബുദ്ധിമുട്ടേറിയ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന മനസ്സായാലും വളരെ എളുപ്പത്തിൽ ഈ വിധത്തിലുള്ള അഭ്യാസം കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.